ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഇരുമ്പുളി ചാളയിട്ട് വെച്ച പാലൊഴിഞ്ഞ കറിയാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ചാള നന്നാക്കി വരഞ്ഞ് വെച്ചേക്കാണ്. ചെറിയ ചാളയായതുകൊണ്ട് കഷ്ണങ്ങളാക്കിയിട്ടില്ല. പിന്നെ വേണ്ടത് ഇരുമ്പുളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, സവാള, തിളപ്പാല്, രണ്ടാം പാല്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ, സുറുക്ക, ഉപ്പ്. പിന്നെ ഇത് നമ്മൾ കറി റെഡിയായി ഇറക്കി കഴിയുമ്പോൾ മൂപ്പിച്ചൊഴിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് സവാള എടുത്തിടാം. ചുവന്നുള്ളിയുടെ ഇടാണെങ്കിൽ നല്ലതായിരിക്കും, സ്വാദ് കൂടുതലുണ്ടാവും. എൻ്റെ അടുത്ത് ചുവന്നുള്ളി കുറവായതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തത്. പിന്നെ ഇഞ്ചി, പച്ചമുളക്. ഈ മുളകിന് എരിവ് കുറവായതുകൊണ്ട് ഞാൻ 4 എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില മുരിഞ്ഞിടണം. കറിവേപ്പില ഇത്രയും സാധനം ഇട്ടു. മസാലപ്പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതി. നാടൻ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ മുളക് പൊടി ഒരു 1 ടീസ്പൂൺ, 1 ടീസ്പൂണിൻ്റെ അടുത്തിടാം. മുളക് എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് ഞാൻ അത്ര ഇട്ടത്. എരിവുള്ള മുളകാണെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ മുളക് പൊടി മതിയാവും. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ ചുരുക്ക. ഇരുമ്പുളി ആയതുകൊണ്ട് പുളി ഉണ്ടാവും, അതുകൊണ്ട് കുറച്ച് ചുരുക്ക വെച്ചാൽ മതി. പിന്നെ ഉപ്പ് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട്. ഉപ്പ് പിന്നെ നോക്കിയിട്ട് നമുക്ക് പാകത്തിന് ചേർക്കാം. ഇതെല്ലാം കൂടി കൂട്ടി നന്നായിട്ട് തിരുമണം. അങ്ങനെ തിരുമ്മി നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇരുമ്പുളി, അതൊക്കെ പുളി ഭയങ്കരമായതുകൊണ്ട് ഞങ്ങൾ പുളി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അതൊന്നുകൂടി തിരുമ്മി മിക്സ് ചെയ്യും. അങ്ങനെ പുളി നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീനിടാം. മീനിട്ട് ഒന്ന് മിക്സ് ചെയ്യും. രണ്ടാമത് ഇതിലേക്ക്
രണ്ടാം പാൽ ഒഴിച്ച് അടുപ്പത്ത് വെച്ചു. ഒന്നുകൂടെ തിളച്ച് വേവട്ടെ. കറി തിളച്ച് നല്ല ഇതായിട്ടുണ്ട്. നമുക്ക് വെന്തോന്ന് നോക്കാം. ഒരു മീനെടുക്കാം. നോക്കാം. വെന്തിട്ടുണ്ട്. നമുക്കിനി തലപ്പാൽ ഒഴിക്കാം. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പയ്യെ ഒന്ന് തിളച്ച് മതി. ഒരുപാടിട്ട് തിളപ്പിക്കണ്ട. അപ്പം നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒക്കെ പോകും. പയ്യെ ഒന്ന് തിളച്ച് വന്നാൽ മതി. പിന്നെ നന്നായിട്ട് വെന്ത് ഉടങ്ങും. കറി തിളച്ചു. നമുക്ക് ഓഫ് ചെയ്യാം. കറി ഇറക്കി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് കറി മൂപ്പിക്കാം. നമ്മൾ കറി മൂപ്പിക്കാനാണ് കേട്ടോ. അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളി കറിവേപ്പില ഉണ്ട് കൂടെ. അത് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇടാം. നമ്മുടെ ഉള്ളിയും വേപ്പിലയും മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഇച്ചിരി കുറച്ചൊന്നും നോക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് കത്തുപിടിക്കും. ഉള്ളിയും വേപ്പിലയും മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടിയും ഉൾപ്പൊട്ടാൽ അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടി ഇടാം. ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇത് മൂപ്പിച്ചത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്.